ഒരു യാത്രയിലാണ്. രണ്ടാളൊന്നിച്ചിട്ട് പറഞ്ഞ കേൾക്കാലോ. ഞങ്ങളിപ്പോ ഇന്നൊരു യാത്രയിലാണ്. അത് ഫേവറേറ്റ് സ്ഥലമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം. അങ്ങനെ ഇഷ്ടപ്പെട്ടല്ല, നല്ല തണുപ്പും ക്ലൈമറ്റ് അടിപൊളിയാണ്. മഞ്ഞും കാലത്തല്ല. പക്ഷെ കാലത്ത് എനിക്കണോന്നല്ല വിചാരിക്കാണ്. കൊറേ ദിവസമായി ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് വീഡിയോയില് വന്നിട്ട് സ്കൂള് എക്സാം അത് ഇത് അതിന്റെ ഇടയിൽ ഞങ്ങൾക്ക് പനിയെല്ലാം വന്ന് പനി വന്നിട്ട് എന്തായത് അതെല്ലാം വീഡിയോ എടുക്കണായിരുന്നു. പക്ഷെ ഞാൻ കേട്ടോണ്ടല്ലേ ഭക്ഷണം കഴിക്കാത്ത ഗ്ലൂക്കോസ് ട്രിപ്പിലായിരുന്നു. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് അപ്പൊ വീഡിയോ എടുക്കാനുള്ള ഒരു ഇത് ഉണ്ടായിട്ട് എന്താന്ന് വെച്ചാല് ഞാൻ ഇയോളെ ഹോസ്പിറ്റലിലെ കൊണ്ടുപോകാനായി. പിന്നെ ഈ ഫോണ് അങ്ങനത്തെ ചിന്ത ഒന്നുമില്ല. ഇയോളൊന്നും കൊണ്ടണം കണ്ട് തുറക്കണോ എന്നുള്ള രീതിയിലുണ്ടായിരുന്നത്. ഇയോളാണെങ്കിൽ ക്ഷീണത്തിൽ കിടക്കുന്നത്. എണിക്കുന്നുമില്ല, ഒന്നും കുടിക്കുന്നുമില്ല, മരുന്ന് എന്താ കുടിച്ച് ഛർദിക്കുന്നു ചെയ്യും. ഇപ്പാണൊന്ന് ബാക്ക് ഉഷാറായിട്ട് വന്നത്. ജസ്റ്റ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ നമ്മ ഒരു യാത്രയിലാണ്. അപ്പൊ പോകുന്ന വഴി കാണിക്കാലോ. എന്ത് സൈലന്റ് ആയിനെ തണലല്ലോ. രണ്ട് സൈഡ് മരങ്ങളും കാടുകളായിട്ട്. ഒരു പാട്ട് വെക്കാനല്ലേ ഇൻസ്റ്റാഗ്രാമിലത്തെ എന്തെല്ലാം പാട്ടെല്ലാം പഠിച്ചിട്ടല്ലോ വന്നിട്ട് അതെല്ലാം വെക്കാൻ വിചാരിച്ചിട്ട് വോയിസ് കേബിൾ ഉണ്ട്. ഷോപ്പിലേക്ക് പോയി നല്ല കേബിൾ വേണം ചെറുത്ത്. ഞാൻ നല്ലത് മേടിക്കാൻ മോനെ 120 രൂപ നല്ലത് വാങ്ങിക്കൊണ്ട് വന്ന് എന്നിട്ട് സെറ്റിലെ കുത്തുമ്പോണ്ട് അത് മറക്കാന്നില്ല. ഞങ്ങൾ വണ്ടി വിട്ടിട്ടായി തിരിച്ചു പോണം. കുറച്ച് പണിയുണ്ട്. സെറ്റിന്റെ കംപ്ലൈന്റ് എന്താന്ന് അറിയില്ല. സെറ്റിന്റെ ആയിരിക്കും. കഴിക്കുന്നോ? നിനക്ക് എന്ത് വേണ്ടത്? മാമനുണ്ട് വീശ, ബാബിയുടെ പേര് ആശ. വേറെന്താ പറഞ്ഞോ? കളിക്കാനുണ്ട് കാറ്, വഹിക്കാനുണ്ട് ചോറ്. എനിക്ക് അല്ല കളിക്കാനുണ്ട് കാറ്, കളിക്കാനുണ്ട് കാറ്, വഹിക്കാനുണ്ട് ചാറ്. എനിക്ക് വേണം ചോറ്. ചോറിന്റെ ടൈം കഴിഞ്ഞല്ലോ മോനെ. ഈവനിങ് ആണ് ചായ. വളവാണ്, ഭയങ്കര വളവ്. ഞാൻ ഒരിടത്ത് ഇരിക്കുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ട് വന്നു. നെയില് ബെൽറ്റ് ഇട്ടോണ്ട് നെയില് ജാമായി. നെയിലോ ബെൽറ്റിന്റെ ഗുണറിഞ്ഞില്ല. നെയിലൊക്കെ വണ്ടി ഓടിക്കുമ്പോ സീറ്റ് ബെൽറ്റ് ഇടണം. എന്താ പറയുക? ഉപ്പിലിട്ടത് കഴിഞ്ഞ് ചെറുക്കളം വിട്ട് നമ്മ ഇപ്പൊ മറ്റേ ജാൽസൂർ റോഡിൽ കയറി. നല്ല രസമുണ്ട്. ഇപ്പൊ ഒരു വൈകുന്നേരം ഒരു 4 മണി 4:30 ടൈമാണ്. നല്ല ക്ലൈമറ്റ്, നല്ലൊരു ക്ലൈമറ്റ് ആണ്. പിന്നെ ഇങ്ങോട്ട് സൈഡെല്ലാം ഭയങ്കര തണുപ്പ്, കാടും ഇതെല്ലാം ഉള്ളതുകൊണ്ട് മുളിയാർ ബ്രിഡ്ജ്, മുളിയാർ പാലത്തിന്റെ അടുത്തേക്ക് എത്തി നമ്മ. ഇത് മജാനാ. എനിക്ക് കഴിക്കാനുണ്ട് പക്കാവട, നീട്ടിട്ടുണ്ട് പാവട. എനിക്കാണ് ഉപ്പിലിട്ടത്. നീ കണ്ടുപിടിച്ചതാ നിന്റേത്? വൈഫൈ ഇല്ല പോരേല്. വൈഫൈ ആകുമ്പോ അൺലിമിറ്റഡ്. ഓള് ഫോണ് താഴെ വെക്കലില്ല. ഇനി പാടെ പോയിട്ട് നോക്കിത് എന്താ വ്ളോഗ് എന്നെ കുറ്റല്ല പറയണ്ടത്. കുറച്ച് പൊക്കി പറ. ബ്ലോഗ് അറിയില്ല. ബ്ലോഗ് എടുക്കാൻ മടി, എല്ലാം മടി. പിന്നെ സ്കൂള് പോകുമ്പോ തിരക്ക്. രാവിലെ എണിക്കുന്ന്. പിന്നെ 8:45 വാന് വരുന്ന സ്കൂളിൽ പോയി. പിന്നെ തിരിച്ചു വരുന്നത് 5:30 സ്കൂളിൽ നിന്ന് വരുമ്പോ. അത് വന്നിട്ട് മദ്രസ പോവാനായി. മദ്രസ പോയിട്ട് 9 മണിയാകുമ്പോ വരുന്നത്. പിന്നെ സ്കൂൾ ഹോംവർക്ക് പഠിക്കാന്, എഴുതാന്, പിന്നെ കുറച്ച് സമയം ഫോണ് നോക്കാന്. ഇതെല്ലാം കാട്ടിലുണ്ട് കളർപ്പ്, വീട്ടിലുണ്ട് റോസാപ്പ്, അസർപ്പ്. നമ്മ ഇതാ മുള്ളേരി ടൗൺ ആണ്. അത് നല്ല അടിപൊളി പള്ളിയല്ലടത്. മുള്ളേരി ടൗൺ എത്തി. മുള്ളേരി ടൗണിന് ഒരു മാറ്റം ഇല്ല. കൊറേ നമ്മ വരുന്നത് ഒരു കൊല്ലത്തിന്റെ പ്രൈവസി ഒരു കൊല്ലം കഴിഞ്ഞല്ലോ. മുകളിലേക്ക് പോകുന്ന താഴോട്ടേക്ക് കയറോട്ട് മൺചട്ടികളെ നോക്കിയതാ. മൺചട്ടി
കറി വെക്കാത്ത നമുക്ക് എന്തിനാ ഇതാ പുല്ലിന്റെ ലോറി നോക്കിയേ എല്ലാവരും കണ്ടതിന്റെ മുകളിൽ കണ്ടിട്ടാ സ്ലോ ചെയ്തിട്ടുണ്ട്. വർക്ക് ഇൻ പ്രോഗ്രസ്, പണി നടക്കുന്നുണ്ടാന്ന് പറഞ്ഞു. ഒരു പാട്ടാണിയാ ഞാൻ പറഞ്ഞില്ലേ എല്ലാരും വയണ്ട് ഇവിടെ റോഡ് വീതി കൂട്ടുന്നുണ്ട്. എന്റെ ഇരുവശത്തുള്ള കുന്നെല്ലാം ചെത്തിട്ട് റോഡ് വീതി കൂട്ടുന്ന നല്ല കാര്യം. അല്ല ഇരുവശല്ല, ഒരു സൈഡേ ഉള്ളത്. ഒരു കുന്ന പോലത്തെ സാധനം കുറച്ച് എത്തിയിട്ട് ഇതാക്കുന്ന റോഡ് വീതി കൂട്ടുന്ന നല്ല കാര്യം. എന്താ വെച്ചാൽ ഇവിടെ തീരെ റോഡിന് വീതിയില്ല, ചെറിയൊരു റോഡ്, 2 വണ്ടി ഓവർടേക്ക് ചെയ്തിട്ടെല്ലാം വന്നാൽ ആക്സിഡന്റ് നടക്കും. റോഡ് ശരിയില്ല കൊണ്ട് ഇതായിട്ടുണ്ട്. അത് കാട്ടില്ല ബോർഡ്. നമ്മ ഇപ്പൊ കർണാടക ബോർഡർ എത്തി. ഇത് കർണാടക ബോർഡർ, കേരള കർണാടക ബോർഡറാണ്. ഈരിട്ട് പരപ്പക്കാട് ഇരുട്ട്. 5 മണി ടൈം. ഇവിടുത്തെ ക്ലൈമറ്റ് നോക്ക്, എന്ത് ഇരുട്ട്. നല്ല ഫോറസ്റ്റ് ഏരിയ പോലെ. ഇതെന്തരാ? അത് നെല്ലിക്ക. 5 മണിയല്ല, കേരള ഫോറസ്റ്റ്. ഇരുട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഇരുട്ട്. ഇനിയും പോണതാ. ഇതിപ്പോ കുറച്ച് മരങ്ങൾക്കിടയിൽ കുറച്ച് വെളിച്ചം കാണുന്നില്ല. വെളിച്ചത്തേക്ക് എത്തി നമ്മ. പരപ്പക്കാട്ടിന്റെ ഉള്ളിലോട്ടൊക്കെ ഇതാ പോകുന്നു. അവിടെ ആന വരോ, പുലി വരോ. അല്ല സിംഹം ഇവിടെ നമ്മൾ അന്റെ ഒക്കെ 2 എണ്ണം ഉണ്ടല്ലോ. സിംഹം പ്രാതത്ത് ഈനാട്ടി വല്ല സിംഹം ഈനാട്ടി വല്ല എന്ത് സിംഹം ഉണ്ട്? ഇതന്നെ ഇല്ല. അവിടെ ബാക്കിലൊന്നുണ്ട് ഫോൺ നോക്കിക്കൊണ്ട്. കാടാണ് കാട്. എല്ലാ കേരളത്തിന്റെ തന്നെ കാറിടെ എല്ലാരും ട്രിപ്പ് പോകുന്നതാ. നമ്മ ഓവർടേക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. കൊയർങ്ങിനെ കാണാൻ ചാൻസ് ഉണ്ടല്ലോ. അക്ക് 2 കൊരങ്ങന്മാര കണ്ടിന്. ഇതിലത്ര ഇരുട്ടില്ലാന്ന്. അതിലിരുട്ട് കാണുന്നില്ല, പക്ഷെ നമുക്ക് ഇവിടെ നല്ല ഇരുട്ടായിട്ട് കാണുന്നതാ. ഇരുട്ട്. അതെന്താ ഫോണില് നല്ല വെളിച്ചം ഉണ്ടാവുന്നല്ല. സൂര്യപ്രകാശങ്ങൾ ഈ മരത്തിന്റെ ഇടയിലൊക്കെ കൂടിട്ട് വരുന്നുള്ളത്. അല്ല ആടുന്ന കണ്ടിന് നെയിലൂടെ കണ്ടിന്. അപ്പൊ അതിങ്ങനെ താട്ടാക്കിയ കൊരങ്ങ്. ഞങ്ങളുള്ളത് നാച്ചുറൽ എഡ്യൂക്കേഷൻ സെന്റർ പരപ്പന്റെ എൻട്രൻസ് ആണ്. നാച്ചുറൽ എഡ്യൂക്കേഷൻ സെന്റർ പരപ്പക്കാട്ടിന്റെ നടുവിലാണ് ഞങ്ങളുള്ളത്. നമുക്ക് എടുത്തപ്പെടാ നീയൊക്കെ കാട്ടിക്കാൻ വേണ്ടിട്ടാണ് നെയിലുണ്ട്. ചങ്ങായിമാർ ആരെങ്കിലും കാണുന്ന നോക്കാന്ന് വിചാരിച്ച അല്ലല്ലോ. അല്ല താഴെ പോയാടാ മറ്റേ കുളിക്കുന്ന 2 ടൈം ഇട്ടിട്ട് പോകും. ഓക്കെ, അപ്പൊ ടൈം ഇട്ടിട്ട് പോവാം. സെറ്റ് നെയ്ലിനോ പോയാലോ പോയാൽ കാര്യം പിടിക്കും. പരപ്പ ഇവിടെ കൊരങ്ങുണ്ടാവാൻ ചാൻസ് ഉണ്ട്. നെയ്ലുണ്ട് ചങ്ങായിമാർ വരാനുള്ള ചാൻസ് ഉണ്ട്. നെയ്ലുണ്ട് ചങ്ങായി ഉണ്ട് എന്നുള്ള ബോർഡ് ഉണ്ട് കണ്ടാ. നെയ്ലിന്റെ ചങ്ങായി എലിഫന്റ് ക്രോസിംഗ് സോൺ. Be alert and go slow. Speed limit 30. ഇപ്പാണ് വന്നങ്ങനെയും എന്താക്കൂ ഇടാനെല്ലുണ്ടാ തള്ളാല നേരന്നെയാ. ഇടാനെല്ലുണ്ട്. ഇതെല്ലാം ശരിക്കും നമ്മളെ മുമ്പിൽ വന്നിട്ട് പെട്ടെന്ന് ഞാൻ എന്താക്കൂ എന്ത് കീഞ്ഞിട്ട് വായിന്ന ചെരുപ്പ് കയ്യിലൊടിച്ചിട്ട് വായിന്ന ആനന്റെ എന്തോ ബോർഡെല്ലാം വെച്ചിട്ടുണ്ട്. കന്നഡത്തില് ഇതിന്റെ നമുക്കറിയില്ല. കന്നഡ അറിയുന്ന അറിയോ ഇവിടെ ആന വരും എന്നാണ് എനിക്ക് പറഞ്ഞിട്ടുള്ളത്. കന്നഡ ആന ഇവിടെ ആനയുടെയും കൊണ്ടപ്പ നമുക്ക് കാണോ ഒറ്റ പോയ ആന ഉണ്ടല്ലോ. നോക്കാൻ വന്നതായിരിക്കും. ഇവിടെ പുലിയെല്ലാം ഉണ്ട് നല്ല ആൾക്കാരെ ചെന്ന് ഇവിടെ ശരിക്കും തന്നെ അറിയില്ല. ചമ്മ എന്തിർട്ട് ഈല് മാത്രം പള്ളിയായിട്ട്
ഇപ്പൊ ഈ കാട്ടിൽ ആന വന്നങ്ങനെ എന്താക്കോ ചെരുപ്പയിലൊടിച്ചിട്ട് വായുന്നത് ഏടക്ക് വായിന്ന പോലെ കാട്ടിലൊക്കെ ആനക്കില്ല പെട്ടെന്ന് ചെയ്യാൻ കഴിയാത്തത് തിരിയുന്നത് എന്നെ തിരിഞ്ഞോടുക്കാം പോന്ന തിരിയുന്നത് വരുന്ന തിരിയുന്നത് അപ്പൊ ആനക്ക് ഭ്രാന്താവല്ല ആന പിന്നെ ആടാടൊക്കെ കാട്ടിലൊക്കെ തന്നെ പോവും വയലോട്ട് ആനക്ക് കഴിയാത്ത സംഭവം തിരിയുന്നത് അത് തടിയുണ്ടായോ അപ്പൊ നെയ്ലും തിരിഞ്ഞ് കളിക്കുവല്ല ഞാൻ വലിഞ്ഞിട്ടല്ല ഞാൻ അതിന്റെ കാലിന്റെ അടിയിലല്ല ഇങ്ങനെ പോയിക്കോട് നിന്നെ ഇപ്പൊ കാണണം ഞാൻ ഇപ്പൊ വിചാരിക്കുന്നു നീ കാലിന്റെ ഇടയിൽ പോകുന്നത് നീ പേടിച്ചിട്ട് തുറന്നില്ല കൊരങ്ങിനെ എന്നല്ല കണ്ട പിന്നെ കൊരങ്ങിനെ കാണുന്നില്ല മാത്രം കൊരങ്ങനെ കണ്ടിട്ട് നീക്ക് കാട്ടിക്കാൻ വേണ്ടിട്ടാ പക്ഷെ നെയ്ലുണ്ട് ചങ്ങായിമാര് നെയ്ലിനെ കാത്തു നിന്നിട്ടുണ്ടാവും നെയ്ല് എന്ത് ഭംഗിയില്ല അതന്നെ ഇടെന്തോ ഒരു തണുപ്പല്ലേ അല്ല ഇടന്നെ ഈ മാപ്പിളെടുക്ക പള്ളി ഇടിയാണെന്ന് കൊരങ്ങുണ്ടായത് സ്ലോക്ക് കൊരങ്ങന്മാറിയാടുണ്ട് ചെല്ലാൻ വരും ഹലോ കൊരങ്ങന്മാർ കൊരങ്ങനല്ല എന്തായി അന്റെ ഒരു കൊല്ലം കാത്തിരുന്ന് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വന്നിട്ട് കൊരങ്ങ് വിചാരിച്ച് എന്റെ ആള് ചങ്ങായി വരുന്നേലും ഒരു കൊല്ലക്കാലം നെയ്ലിനെ കാത്തല്ലേ പാവം ഫാൻസ് ആയില്ലേ ഫാൻസ് മിസ് യു monkeys നെയ്ലൂസ് ഫ്രണ്ട്സ് അല്ലേ അപ്പോൾ ഗൈസ് ഞങ്ങൾ കാറിൽ ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ലെങ്ത്ത് കൂടുന്നതുകൊണ്ട് ഈ യാത്ര വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുന്നുണ്ട്. അടുത്ത നല്ലൊരു വീഡിയോ ഞങ്ങൾ ഇവിടെ എത്തും എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യുക.